Hi my dear friends, good morning to all. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ നമ്മൾ ആഴ്ചയിൽ 2 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത ക്ലാസ്സിന് ശേഷം അടുത്ത ക്ലാസ് തുടങ്ങിയിരിക്കുകയാണ്. ആഴ്ച 2 ക്ലാസ്, സാറ്റർഡേ ഓർ സൺഡേ ഇറ്റ് വിൽ ബി ദെയർ. യു നീഡ് നോട്ട് വറി അബൌട്ട് ദാറ്റ്. ദെൻ ഐ ആം റെഡി ഫോർ ദാറ്റ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കുറേ കാര്യങ്ങൾ, നമ്മൾ അത്യാവശ്യം സംസാരമധ്യേ സംഭവിച്ചേക്കാവുന്ന പറയേണ്ടി വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിലും പറയേണ്ടത് ഏത് രീതിയിലാണെന്ന് നമുക്ക് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ കുറച്ച് ഞാൻ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഞാൻ മുന്നിൽ അവതരിപ്പിക്കുക. അത് നിങ്ങൾ പഠിച്ച് ബൈഹാർട്ടാക്കി എടുക്കുക. നമ്മൾ പറഞ്ഞു വരുമ്പോൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഓർത്ത് വരുമ്പോൾ ആ സമയത്ത് വരുമ്പോൾ പറയാൻ പറ്റിയില്ലെന്ന് വരും അല്ലേ. പക്ഷേ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ സംസാരമധ്യം ഉപയോഗിച്ചേക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ സാധാരണ സംസാര ഭാഷയെ പറയും, ഞാൻ ആരുടെയും കാല് പിടിക്കാൻ പോകുകയല്ലെന്ന് പറയില്ലേ. ഞാൻ ആരുടെയും കാല് പിടിക്കാൻ പോകുകയല്ലെന്ന്. അന്നേരം നമ്മൾ പറയുന്നത് ഈ വേർഡ് മീനിങ് വെച്ച് നോക്കിയാൽ അതൊരിക്കലും നമുക്ക് കിട്ടുകയില്ല. ഞാൻ എന്ന് പറഞ്ഞാൽ ഐ നെവർ ഹോൾഡ് വൺസ് ലെഗ് എന്ന് അല്ല ചെയ്യേണ്ടത്. അതിന് നേരെ മറിച്ച് അതിനൊരു വാക്കുണ്ട്. നമ്മളത് സാധാരണ പറയുന്നത് എങ്ങനെയാണെന്നറിയാവോ? നമ്മൾ അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ദിനം പ്രതി നമുക്ക് എല്ലാ ക്ലാസ്സിലും നമുക്ക് പഠിക്കാൻ വേണ്ടി കുറച്ച് നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ നോട്ട് നോക്കി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഈ ക്ലാസ് കേട്ടാലും അറിയാമല്ലോ. അത് എഴുതിയെടുക്കേണ്ട കാര്യമില്ലേ. നമ്മൾ എഴുതാൻ പോകുമ്പം വളരെയധികം സമയനഷ്ടം ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ ആരുടെയും കാല് പിടിക്കാൻ പോവുകയല്ല എന്ന് അത് പറയുന്നത് എങ്ങനെയാണെന്നറിയാവോ? നമ്മൾ സംസാരിക്കും പറയുന്നതാണ് ഐ ഡോണ്ട് ലൈക്ക് ടു ലിക്ക് വൺസ് ബൂട്ട്സ് എന്ന് പറഞ്ഞാൽ അത് സാധാരണ ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാർ പറയുന്ന ഒരു വാക്കാണ് ഐ ഡോണ്ട് ലൈക്ക് ടു ലിക്ക് വൺസ് ബൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേർഡ് മീനിങ് അല്ല നോക്കേണ്ടത്. വേർഡ് മീനിങ് നോക്കുമ്പോൾ എന്നാ ലിക്ക് വൺസ് ബൂട്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ബൂട്ട് നക്കാൻ പോകുകയല്ലെന്ന്. ബൂട്ട് നക്കാൻ പോകുക എന്നുള്ളതല്ല. അതിൻ്റെ മലയാളത്തിൽ അതിൻ്റെ നമ്മുടെ ലാംഗ്വേജിൽ പ്രാദേശിക ഭാഷ പറയുകയാണ് കാല് പിടിക്കുക എന്ന് പറയും. നമ്മൾ ആരുടെയും കാല് പിടിക്കാൻ പോകുകയില്ല എന്ന് പറയുന്നതിനാണ് ഈ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ I don't like to lick one's boot, but I am ready to join my palms in front of you. പക്ഷേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൈ കൂപ്പാൻ ഞാൻ തയ്യാറാണ്. ഞാൻ വേറെ ആരുടെയും കാല് പിടിക്കാൻ പോകുമല്ലോ, പക്ഷേ നിങ്ങളുടെ മുമ്പിൽ കൈ കൂപ്പാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾക്ക് മുമ്പിൽ കുനിഞ്ഞു തരാൻ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ റെഡിയാണ്. ഞാൻ കൈ കൂപ്പുന്നതിന്, അതായത് കൈ കൂപ്പുക എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മുമ്പിൽ താന്നു തരാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ ഞാൻ പറഞ്ഞു. ഇനി ബട്ട് ഐ ആം റെഡി ടു ജോയിൻ മൈ പാംസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. പക്ഷേ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എൻ്റെ കൈകൾ ജോയിൻ ചെയ്യുവാൻ, കൂപ്പുന്നതിന് ഞാൻ തയ്യാറാണ് എന്ന് പറയും. അതുപോലെ നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ പറയും എന്തെങ്കിലും ഒരു തെറ്റ് നമ്മൾ ചെയ്തു, അത് നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരാളോട് ഏറ്റു പറയണം. അതെങ്ങനെയാണ് പറയുന്നത്? ഒന്ന് ഓർത്ത് നോക്കിയേ, എങ്ങനെ പറയും? ഐ മെയ്ഡ് എ ബിഗ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഐ ആം ഡോണ്ട് ബ്ലെയിം മീ എന്നെ കുറ്റപ്പെടുത്തരുത്, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു എന്ന് പറയാം. അന്നേരം നമ്മൾ എന്നാ പറയും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്നാ പറയും? സോ വാട്ട്, അതിനെന്താ യു ടെൽ മീ വാട്ട് ഈസ് ദാറ്റ്, അതെന്താണെന്ന് എന്നോടൊന്ന് പറയൂ. യു ടെൽ മീ വാട്ട് ഈസ് ദാറ്റ് എന്ന് പറഞ്ഞു. അന്നേരം ഒന്ന് പറയാൻ പറഞ്ഞു. അന്നേരം എന്നാ പറയാ? ഐ ഡോണ്ട് നോ വൈ, അതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കറിയാം ഞാനൊരു തെറ്റാണ് ചെയ്തതെന്ന് എനിക്കറിയാം. അന്നേരം നമ്മൾ സാധാരണ നമുക്ക് അതുപോലെ വേണ്ടപ്പെട്ട ഒരാളാണ് നമ്മൾ എന്നാ പറയും? ബട്ട് ഐ നോ യു വെൽ, പക്ഷേ എനിക്ക് നിങ്ങളെ നന്നായിട്ടറിയാം. അന്നേരം നീ തെറ്റ് ചെയ്തു എന്നൊന്നും പറയണ്ട, നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല. ഐ നോ യു വെൽ, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞു. അത്രയും കേട്ട് കഴിയുമ്പോഴേ നമുക്ക് ഏതാണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ മുന്നിൽ നമ്മൾ ചെയ്ത തെറ്റ് എഴുത്തി പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു അവൻ്റെ മറുപടി കേട്ട് കഴിയുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കണ്ടു കഴിയുമ്പോൾ ഒരല്പം സമാധാനം കിട്ടുമല്ലേ. അതുപോലെ നമുക്ക് പറയാം, അത് കേട്ടതിൽ എനിക്ക് വിഷമമുണ്ട് എന്ന് പറയുക. നീ ചെയ്ത തെറ്റെന്നാണെന്ന് കേട്ടതിൽ എനിക്ക് വിഷമമുണ്ട്. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഐ ആം സോറി ടു
ഹിയർ ദാറ്റ്. ഇത് കേൾക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അത് കേൾക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നുണ്ട്. ഐ ആം സോറി ടു ഹിയർ ദാറ്റ് എന്ന് പറയാം അല്ലേ? ഐ ആം സോറി ടു ഹിയർ ദാറ്റ്. ഈ വാക്കുകളെല്ലാം ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ സംസാരമധ്യേ, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, സംസാരമധ്യേ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നേക്കാവുന്ന ചില കാര്യങ്ങൾ. പല സാഹചര്യത്തിലും നമ്മൾ പലരോടും പല രീതിയിലാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ച ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ആളില്ലാതെ വന്നാൽ നമ്മൾ ഏത് രീതിയിൽ പ്രതികരിക്കണം എന്നുള്ളത് പഠിച്ചു. അപ്പോൾ ഇപ്പം നമ്മൾ പറയുകയാണ്, നമ്മൾ ചെയ്ത ഒരു തെറ്റ് നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന ഭാഗമാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ഡെയിലി ലൈഫിൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളാണല്ലേ. അന്നേരം ഇതുപോലെയുള്ള വാക്കുകൾ അറിഞ്ഞിരിക്കുക. അതിനുവേണ്ടി അത് തന്നെ ഞാൻ നിങ്ങൾക്ക് നമുക്ക് വേണ്ടി വരുന്ന കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഓരോ ക്ലാസ്സിലും അതുപോലെയുള്ള കാര്യങ്ങൾ പഠിക്കാം, നമുക്ക് ആ ക്ലാസ് എടുക്കാം എന്ന ഇതിലാണ് ഞാൻ ഇത് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നുവെച്ചോ അതെല്ലാവരും അറിയുന്നുണ്ട്. ഞാൻ ചെയ്ത തെറ്റ് എല്ലാവരും അറിയുന്നുണ്ട്. എന്നെ പറയും എവരിബഡി നോസ് ഇറ്റ്. എല്ലാവരും അത് അറിയുന്നു. അതാണ് എൻ്റെ വിഷമം. എവരിബഡി നോസ് ഇറ്റ്, എല്ലാവരും അറിയുന്നു. അന്നേരം എന്നാ പറയും, ഓ നത്തിങ് വിൽ ഹാപ്പൻ ടു യു. നിനക്കൊന്നും സംഭവിക്കില്ലെന്ന് പറയാം. നിനക്കൊന്നും സംഭവിക്കില്ല, നത്തിങ് വിൽ ഹാപ്പൻ ടു യു എന്ന് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ, നമുക്ക് സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെ ഒന്ന് പാസിഫൈ ചെയ്യാൻ, ഒന്ന് സാന്ത്വനിപ്പിക്കാനേ ശ്രമിക്കുകയുള്ളൂ അല്ലേ. അയ്യോടാ എന്നാ നിനക്കിട്ട് കിട്ടും, നിനക്ക് സുഖമാന്ന് പറയുന്ന ഫ്രണ്ടല്ല. യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കും, നമ്മളെ ഒന്ന് പാസിഫൈ ചെയ്യുക. നത്തിങ് വിൽ ഹാപ്പൻ ടു യു. അപ്പോൾ സോ വാട്ട്, അതിനെന്താ, നത്തിങ് വിൽ ഹാപ്പൻ ടു യു, ഓ സാരമില്ലെന്നേ, കുഴപ്പമൊന്നും സംഭവിക്കുകയില്ല എന്ന് പറയുന്നു അല്ലേ. അതാണ് നമ്മൾ സംസാരിക്കുന്നത്. അന്നേരം പറയുക, ഇത് തന്നെയാണ് നീ എപ്പോഴും എന്നോട് പറയുന്നത്, ഞാൻ എന്നെ ചെയ്തേച്ച് വന്നാലും നീ ഇത് തന്നെയാണ് എന്നോട് പറയുന്നതെന്ന് പറയുന്നു. അതെങ്ങനെയാണ് പറയുന്നത്? ദാറ്റ്സ് വാട്ട് യു ഓൾവേസ് സേ. നീ എപ്പോഴും ഇത് തന്നെയാണ് എന്നോട് പറയുന്നത്, എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ എപ്പോഴും ദാറ്റ്സ് വാട്ട് യു ഓൾവേസ് സേ എന്ന് പറയുന്നു. നമ്മൾ പറയുക. അന്നേരം പറയും, ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്, എന്നെ സംബന്ധിച്ചിടത്തോളം ദാറ്റ്സ് വാട്ട് ഐ വിൽ സേ, ഞാൻ അതേ പറയൂ. കാരണം ഐ നോ യു വെരി വെൽ, നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ദാറ്റ്സ് വാട്ട് ഓൾവേസ് ഐ യൂസ്ഡ് ടു, പതിവായി ചെയ്യാറുള്ള കാര്യത്തെക്കുറിച്ച് യൂസ്ഡ് ടു നമ്മൾ പറഞ്ഞതായിരുന്നില്ലേ. ഓക്കെ, ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ടും പരസ്പരം സംസാരിക്കുമ്പോൾ ഏതവസരത്തിലാണ് പറയുന്നതെന്നും പറയേണ്ടി വരുന്നതെന്നുമുള്ള ഒരു ഐഡിയ, ഇതുപോലെയുള്ള കുറേ സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചു വയ്ക്കുക. അത് പഠിച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഏതെങ്കിലും അവസരത്തിൽ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ഇതൊന്ന് കൂട്ടിച്ചേർന്ന് നോക്കും. അതുപോലെ ഇതിനിടയ്ക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ മറ്റൊരാളെ കാണാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ കണ്ട് അവർ ഈ അവസ്ഥയിൽ ഇരിക്കുന്ന അവസ്ഥയാണെങ്കിലോ, അന്നേരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളും ഈ കാര്യങ്ങളുമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അവസരത്തിനൊത്ത് നമ്മൾ പഠിച്ച ഓരോ സെൻറ്റൻസുകളും എടുത്ത് ഉപയോഗിക്കുക. ഓക്കെ, ഇത് ഇങ്ങനെ സംസാരിക്കുക വഴി നമുക്കതിനെ ഒന്ന് ഹാൻഡിൽ ചെയ്തെടുക്കാമല്ലേ, ഒന്ന് ഡീൽ ചെയ്യാമല്ലേ നമുക്ക്. അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഏതാണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആയില്ലേ. ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ ഇതുപോലെ കുറേ സെൻറ്റൻസുകൾ ദിവസവും പഠിക്കുകയാണെങ്കിൽ, ദിവസവും അല്ല, നമുക്ക് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ മീ ആൻഡ് ഫോർ യു ഓൾസോ. എല്ലാ ദിവസവും വന്ന് ക്ലാസ് കേൾക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, ക്ലാസ് എടുക്കുക എന്ന് പറയുന്നത്. അത് തന്നെയല്ല, നമുക്ക് ഇതുപോലെ ഇംഗ്ലീഷ് പഠിക്കുവാൻ ആഗ്രഹിച്ചു വരുന്ന കുറേ ബ്രദേഴ്സ്, ദാറ്റ് മീൻസ് those who are getting ready to go outside of India, ഇന്ത്യക്ക് വെളിയിൽ പോകാൻ പ്ലാനും പദ്ധതിയൊക്കെ ഇട്ടിരിക്കുന്ന കുറച്ച് സഹോദരങ്ങൾ നമുക്ക് ഇവിടെ ക്ലാസ് ഉണ്ട്. അവർക്ക് ഇത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടതുണ്ട്. അവരെ പഠിപ്പിക്കുന്ന, അവർക്ക് തോന്നുന്ന, അവർ ചോദിക്കുന്ന കുറേ കാര്യങ്ങൾ, ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ എന്തു പറയണം മാം എന്ന് ചോദിക്കുന്നതിന് ഉള്ള മറുപടിയാണ് നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് ഞാൻ അടുത്ത ദിവസം എടുക്കുന്നത്. കാരണം അവർ പുറത്തു പോയി അവർക്ക് സംസാരിക്കേണ്ടി വന്നേക്കാവുന്ന
കാര്യങ്ങൾ അവർ ഡൗട്ടായിട്ട് ഇങ്ങോട്ട് ചോദിക്കുന്നു. അത് നിങ്ങൾ പഠിച്ചു വെക്കണമല്ലോ എന്നോർത്ത് അവരിൽ ഒരു ഭാഗമായി നിങ്ങളെയും കൂടി കണ്ടുകൊണ്ട് ഞാൻ ക്ലാസ് എടുക്കുന്നതാണ്. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് how do you feel about this class? You just comment about it. And nowadays nobody is commenting about our class and nobody is getting ready to like your class. Why is it a boring class for you? If it is so, you just comment about that also. It doesn't matter. You do one thing, try to see this class as much you can and try to like or comment about this our class in most of the all the classes. Okay, then let's stop today's class here. ഓക്കെ, ദെൻ നമ്മൾ ആഴ്ചയിൽ 2 ക്ലാസ് വെച്ചെടുക്കുന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മതിയല്ലോ. ആ നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ നന്നായി പഠിക്കണം കേട്ടോ, ബൈഹാർട്ട് ചെയ്യുക. അതുപോലെ ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമല്ല, മറ്റൊരാളുമായിട്ട് സംസാരിച്ച് ഷെയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റോപ്പ് ടുഡേസ് ക്ലാസ്. ഓക്കെ, ഗുഡ് ബൈ till we meet again in the next class. Till then, bye.